അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു F3 ഫാഹി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാടൻ ആയിട്ടുള്ള നമ്മുടെ നെയ്പ്പത്തിരിയാണ്. നെയ്പ്പത്തിരി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈസിയസ്റ്റ് വേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ഉണ്ട്, പുറമെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ. ഇതിനെ നമുക്ക് അരക്കാനുമില്ല, കുതിർക്കാനില്ല, ഒന്നുമില്ല. ജസ്റ്റ് പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഇത് നമ്മുടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പം 1 കപ്പ് പുട്ടുപൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതെല്ലാം കൈയോട് തന്നെ ചെയ്യാം, കുഴപ്പമില്ല. നെയ്പ്പത്തിൽ തന്നെ നമുക്ക് പല രീതിയിലുണ്ടാക്കാം. നമുക്ക് അരി അരച്ചിട്ടുണ്ടാക്കാം, അതല്ലാതെ അരി അരച്ചിട്ടും പത്തലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് അരിയൊന്നും കുതിർത്തില്ല എന്ന് വെച്ചാൽ തന്നെ നമുക്ക് രാവിലെ പുട്ടുപൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെടുത്തത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഈ 1 കപ്പ് അരിപ്പൊടിക്ക് പുട്ടുപൊടിക്ക് നമുക്ക് ആവശ്യമുള്ള നല്ല തിളച്ച ചൂടുവെള്ളം 1 കപ്പ് സെയിം അളവാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫുള്ളായി മിക്സ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ സെയിം ആ കപ്പിൽ തന്നെ തേങ്ങ. പിന്നെ നമുക്ക് ആവശ്യം ഉള്ളി. ഞാൻ 1 ഉള്ളി ഇട്ടിട്ടുണ്ട്, കാരണം നല്ല സ്മെല്ല് വരാൻ ഉള്ളിക്കും വലിയ ജീരകവും തേങ്ങയും നന്നായിട്ടിട്ടാൽ മാത്രമേ നല്ല സ്മെല്ല് കിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഞാൻ 1 ഉള്ളിയും കൂടി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. വലിയ ജീരകം 2 സ്പൂണ് വലിയ ജീരകം ഇടുന്നുണ്ട്. നമുക്കിതിൽ ഒരു നുള്ള് വെള്ളത്തിൻ്റെ ആവശ്യം വരെയില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരൊറ്റ തിരി അത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് നമുക്ക് പൊടിക്കുന്നതിലാണ് കേട്ടോ, നമ്മൾ ജ്യൂസ് അരക്കുന്നതിലല്ല. ജസ്റ്റ് ഇത്ര അരയുള്ളൂ. ജസ്റ്റ് ഒരു ക്രഷ് ഇതേപോലെ ഇരിക്കണം. നമ്മൾ ക്രഷ് ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പത്തലിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്തും നമ്മൾ വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ കൈയോട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ ബോൾസ് ആക്കണം. ഓരോ ചെറിയ ബോൾസ് കേട്ടോ. നമ്മൾ പത്തലിന് അത്ര വലുത് ആവശ്യമില്ല. നോർമലി അതിനെങ്ങാണ്ടി ചെറിയ ബോൾസ് ആക്കിയിട്ട് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ പരത്തണം. നമുക്ക് പത്തലിൻ്റെ പ്രസ്സിൽ വെച്ചിട്ട് പരത്താം. അതല്ല പത്തലിൻ്റെ പ്രസ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് എടുക്കുക, ഇതുപോലത്തെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറ് അതിൽ വെച്ചിട്ട് വീണ്ടും വേറൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും മൂടി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം.
ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൈയോട് തന്നെ പരത്താം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ചില ആളടുത്ത് നമുക്ക് പ്രസ്സില്ലാന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു തുണീൻ്റെ മേലെ ഇതൊന്ന് ഓരോന്നിങ്ങനെ ദൂരം ദൂരം വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. അപ്പം നല്ല ചൂട് എണ്ണയിൽ, തിളച്ച എണ്ണയിലേക്ക് നമുക്ക് നെയ്പത്തിരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് തെളിയിച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരും. ഇതാ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് നമുക്ക് ആ സൈഡൊന്ന് മുരിച്ചെടുക്കാം. ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പത്തിരി. അതേ ടേസ്റ്റാണ്, അതേ ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് പല രീതിയിലും പല നാട്ടിലും പല രീതിയിലാണ് ചെയ്യുക. നല്ല ക്രിസ്പിനെസ് തട്ടുകടയിലുള്ള പോലെ കിട്ടണമെങ്കിൽ നിങ്ങളെങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ റെസിപ്പി ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്താണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ അകം എങ്ങനെയാണെന്നുള്ളത്. ഇത് നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത് നമുക്ക് ചിക്കൻ്റെ വറവ്, അതായത് തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന ഒരു വറവുണ്ട്, അത് ഇട്ടിട്ട് കഴിക്കാം. നാടൻ കോഴിക്കറി, പിന്നെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും വെറും കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് ഞാൻ പൊളിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, അതും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നല്ല നാടൻ ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിയും കൂട്ടിയിട്ട് ഇപ്പം ഞാൻ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.